നമസ്കാരം. RSS എന്ന സംഘടനയെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ഇപ്പോഴും മലയാളിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ത്യക്കാർ അത് മനസ്സിലാക്കുന്നുണ്ട്. RSSന് 100 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് 2014 മുതൽ 12 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന മോദി സർക്കാരും. RSSന്റെ ലക്ഷ്യം പൂർത്തിയാവുന്നില്ല. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. ഹിന്ദു സംസ്കാരവും ഹിന്ദു ജീവിത രീതിയും ഇവിടെയാണുള്ളത്. ഇത് ലോകത്തിൻ്റെ രക്ഷയായി കൈമാറുക എന്ന ധർമ്മം ഓരോ ഇന്ത്യക്കാരനും ഏറ്റെടുക്കണം. ആ ധർമ്മം ബോധ്യപ്പെടുന്നവൻ സംഘത്തിലേക്ക് എത്തുന്നു. അവൻ്റെ ജോലി, അവൻ്റെ ജീവിതം വിശുദ്ധമായിരിക്കണം. അവൻ്റെ പ്രവർത്തികൾ മാതൃകാപരമായിരിക്കണം. അവൻ്റെ ജീവിതവും പ്രവൃത്തിയും വേണം ഭാരതത്തിൻ്റെ തനത് തത്വശാസ്ത്രമായ ഹിന്ദുത്വയിലേക്ക് ലോകത്തെ കൊണ്ടുവരാൻ. ഇതാണ് RSS ചിന്തിക്കുന്നതും ഇതിനു വേണ്ടിയാണ് RSS പ്രവർത്തിക്കുന്നതും. പക്ഷെ RSSനെ പൊളിറ്റിക്കൽ ഹിന്ദുത്വമായി കരുതി, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പോലെ ലോകം മുഴുവൻ പിടിച്ചെടുത്ത് എല്ലാവരെയും ഹിന്ദുത്വവൽക്കരിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി ചിത്രീകരിക്കുകയാണ് RSS വിരുദ്ധർ. അത്തരം സംഘവിരുദ്ധർ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. RSS ഒരു ഫാസിസ്റ്റ് സംഘടനയാണ്. അത് ഇതര മതത്തിൽപ്പെട്ടവരെ ഈ രാജ്യത്തുനിന്നും പുറത്താക്കി എല്ലാവരെയും ഹിന്ദുക്കളാക്കാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ RSS വിരുദ്ധർ. അവർ അങ്ങനെ വിശ്വസിക്കുകയും വെറുപ്പ് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടും BJPയും RSSും ഇവിടെ ശക്തിപ്പെടുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം RSS ശാഖകളുള്ളത് കേരളത്തിലാണ് എന്നോർക്കണം. 2 വർഷം മുമ്പ് വരെ കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് ഇല്ല എന്നതിൻ്റെ പേരിൽ അഭിമാനിച്ചുകൊണ്ടിരുന്നവരെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ BJPക്ക് ഒരു MPയും 2 കേന്ദ്രമന്ത്രിമാരും 3 MLAമാരും ഒരു കോർപ്പറേഷൻ മേയറും അനേകം തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളും ഉണ്ടായിരിക്കുന്നു. സംഘപരിവാറിനുള്ള പ്രചരണങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഏക്കുന്നില്ല എന്നതിന് തെളിവാണിത്. ഞാൻ RSS മേധാവി സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭഗവത് കേരളത്തിലെത്തിയിരുന്നു. നമ്മൾ RSSനെതിരെ കോൺഗ്രസും CPMും അവരുടെ യുവജന വിഭാഗവും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ RSSന്റെ തലവൻ എവിടെയോ പോയി ഒളിഞ്ഞിരിക്കുകയാണ്, അയാളെ കൈ കിട്ടിയാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും നമുക്കൊക്കെ തോന്നുക. അതുകൊണ്ട് തന്നെ RSSന്റെ സർസംഘ ചാലക് ഇവിടെ എത്തിയാൽ LDFും UDFും മാറി ഭരിക്കുന്നത് കൊണ്ട് ഇവിടെ നിലം തൊടാൻ അനുവദിക്കില്ല എന്നാണ് സാധാരണ പാർട്ടി പ്രവർത്തകരെ അവർ വിശ്വസിപ്പിക്കുന്നത്. പക്ഷെ സംഭവം അതല്ല. പക്ഷെ അങ്ങനെയല്ല യാഥാർത്ഥ്യം. RSS മേധാവി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയപ്പോൾ തിരുവനന്തപുരം മുതൽ RSS മേധാവി താമസിക്കുന്ന ഇടം വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയും അത് UDF സർക്കാരിൻ്റെ പോലീസ് രാവിലെ തന്നെ പത്രത്തിൽ കൊടുക്കുകയും ചെയ്തു. മിനിഞ്ഞാന്നത്തെ പത്രത്തിൽ വന്ന ഒരു ചെറിയ വാർത്ത ഇങ്ങനെയാണ്: RSS മേധാവി മോഹൻ ഭാഗവതിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ജൂൺ 12 ഉച്ചയ്ക്ക് 1 മുതൽ വൈകിട്ട് 6 വരെ ഗതാഗത ക്രമീകരണം ഉണ്ടായിരിക്കും. ഡൊമസ്റ്റിക് എയർപോർട്ട്, ശംഖുമുഖം, ഓൾ സയൻസ് ജംഗ്ഷൻ, ചാക്ക, ലോഡ്സ്, ലുലു മാൾ, കുഴിവിള, മുക്കോലയ്ക്കൽ, കഴക്കൂട്ടം, മേൽപ്പാലം, വെട്ടുറോഡ് വരെയുള്ള റോഡിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. ശംഖുമുഖം, വെട്ടുകാട്, മാധവപുരം, വേളി, സൗത്ത് തുമ്പ, സ്റ്റേഷൻ കടവ്, പള്ളിത്തുറ, ആറാട്ട് വഴി, സെൻറ് ആൻഡ്രൂസ് റോഡിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വിമാനത്താവളങ്ങളിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. നോക്കൂ, RSS മേധാവിക്ക് ഔദ്യോഗിക പദവിയൊന്നുമില്ല. പക്ഷെ അദ്ദേഹം വരുമ്പോൾ കേരള സർക്കാർ ഇത്രയും സൗകര്യമൊരുക്കി കൊടുത്തു. ഞാൻ ആ സൗകര്യമൊരുക്കി കൊടുത്തതിനെതിരല്ല, കൊടുത്തത് തെറ്റാണെന്ന് വിശ്വാസമില്ല. ഇതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇവർ അണികളോട് പറയുന്നത് ഇങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് മാത്രം. ഇന്നലെ വൈകുന്നേരം തിരുവനന്തപുരം കുറവങ്കോണം ഉദയ പാലസിൽ മോഹൻ ഭാഗവതത്തിൻ്റെ പ്രഭാഷണം എങ്ങനെ സംഘടിപ്പിച്ചു എന്നറിയണം. ആഴ്ചകൾ, മാസങ്ങളോളം നീണ്ട തയ്യാറെടുപ്പാണ് RSS നടത്തിയത്. പങ്കെടുക്കേണ്ട ഓരോരുത്തർക്കും, വഴിയെ പോകുന്നവർക്കൊക്കെ അങ്ങോട്ട് ഇടിച്ചു കയറി എത്താൻ കഴിയില്ല. പങ്കെടുക്കേണ്ട ഓരോരുത്തരെയും ഡെലിഗേറ്റുകളാക്കി അവർക്ക് പ്രത്യേക ക്ഷണം കൊടുത്തു. തിരുവനന്തപുരത്തുള്ള എല്ലാ പ്രമുഖർക്കുമായിരുന്നു ക്ഷണം. സയൻറ്റിസ്റ്റുകൾ, ഡോക്ടർമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, ആശുപത്രി മുതലാളിമാർ, അറിയപ്പെടുന്ന ബിസിനസ്സുകാർ, ആശുപത്രി മുതലാളിമാർ, റിട്ടയർ ചെയ്ത മുതിർന്ന പോലീസ് ഓഫീസർമാർ, 3 മേയർമാർ, MLAമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകർ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 500 പേരെ അവർ തിരഞ്ഞെടുക്കുകയും പ്രമുഖനല്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു ക്ഷണക്കത്ത് ഭാഗ്യവശാൽ എനിക്ക് ലഭിച്ചു. സാധാരണക്കാരനായി എന്നെ ക്ഷണിക്കാൻ വേണ്ടി അവരെടുത്ത ഒരു അധ്വാനം തന്നെ ഓർക്കുക. മുതിർന്ന മാധ്യമ പ്രവർത്തകനും സംഘപരിവാർ സഹയാത്രികനുമായ GK സുരേഷ് ബാബു ആദ്യം എന്നെ വിളിക്കുന്നു. ഇങ്ങനൊരു പരിപാടിയിലുണ്ട്, പങ്കെടുക്കണം എന്നറിയിക്കുന്നു. പങ്കെടുക്കാമെന്ന് ഞാൻ പറയുന്നു. പിന്നീട് GK സുരേഷ് ബാബുവും RSSന്റെ ഒരു ഉന്നത നേതാവും എന്നെ നേരിട്ട് വന്ന് ക്ഷണിച്ച് എനിക്ക് ക്ഷണക്കത്ത് നൽകുന്നു.
അതിനുശേഷം RSSന്റെ 2 പേർ എന്നെ കാണുകയും എൻ്റെ അടുത്തെത്തി എനിക്ക് എൻട്രി പാസ് നൽകുകയാണ്, ഒരു പ്രത്യേക നമ്പർ ഇട്ട്. ഇത് കൂടാതെ RSSന്റെ കേരളത്തിലെ തലവനായ സുദർശൻ ജി എന്നെ ടെലിഫോണിൽ വിളിച്ച് വരണം എന്നറിയിക്കുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ ക്ഷണിക്കപ്പെട്ട എല്ലാവരെയും ഇങ്ങനെ തന്നെ ഗൗരവത്തോടെയാണ് സംഘാടകർ സമീപിച്ചത്. തിരുവനന്തപുരം കവടിയാറിലുള്ള ഉദയ പാലസിൽ ചെല്ലുമ്പോൾ പാർക്കിംഗ് സൗകര്യമില്ല, പക്ഷെ അപ്പോൾ തന്നെ വാലറ്റ് പാർക്കിംഗ് ആണ്. ഒരു സ്ലിപ്പ് തരുന്നു, കാർ എടുത്തുകൊണ്ട് ആളുകൾ പോയിക്കോളും. 4:30ക്കാണ് പരിപാടി തുടങ്ങേണ്ടത്. 4:28 തന്നെ വന്ദേ മാതരം ചൊല്ലിക്കൊണ്ട് പരിപാടി ആരംഭിച്ചു. മോഹൻ ഭഗവതിനെ കൂടാതെ 3 പേർ മാത്രമേ സ്റ്റേജിലുള്ളൂ. പക്ഷെ സംസാരിച്ചത് സ്വാഗത പ്രസംഗകൻ മാത്രം. ബാക്കി എല്ലാവരും സദസ്സിലാണ്. ഏതാണ്ട് 1.5 മണിക്കൂർ തുടർച്ചയായി മോഹൻ ഭഗവത് RSSനെ കുറിച്ചും ഭാരത സംസ്കാരത്തെക്കുറിച്ചും കൃത്യമായി സംസാരിച്ചു. ഇംഗ്ലീഷിലാണ് സംസാരം എന്ന് ഓർക്കണം. ഒരാശയക്കുഴപ്പവും വിക്കലുമില്ലാതെ 1.5 മണിക്കൂർ തുടർച്ചയായി സംസാരിച്ചു. അതിനുശേഷം ചായയുടെ സമയം, അത് കഴിഞ്ഞ് വീണ്ടും ചർച്ച ഏതാണ്ട് 8 മണി വരെ നീണ്ടുപോയി. ഏതാണ്ട് അവസാന സമയത്താണ് ഞാൻ എത്തുന്നത്. എത്തിയപ്പോൾ ഏറ്റവും പിറകിൽ അവശേഷിച്ചിരുന്ന 1-2 സീറ്റിൽ പോയിരുന്നു. നോക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ പൂക്കി മേയർ VV രാജേഷാണ്. അതായത് കേരളത്തിൽ നിന്ന് ഏറ്റവും തലയെടുപ്പുള്ള BJP നേതാക്കളിൽ ഒരാളാണ് VV രാജേഷ്. അദ്ദേഹം വേദിയിലില്ല എന്നതല്ല, സദസ്സിന്റെ ഏറ്റവും പിറകിൽ ആൾക്കൂട്ടത്തിനിടയിൽ ഇരുന്ന് സർസംഘചാലകനെ കേൾക്കുന്നു. ഇതാണ് RSSന്റെ കീഴെയാണ് BJPയും BJPയുടെ നേതാക്കളും. ഇത് മനസ്സിലാക്കാത്തവരാണ് ഇപ്പോൾ RSSനെതിരെ നിരന്തരം കുരയ്ക്കുന്നത്. ഇംഗ്ലീഷിലുള്ള 1.5 മണിക്കൂർ സംഭാഷണവും RSSനെ കുറിച്ച് ആരെങ്കിലുമൊക്കെ പറയുന്ന നറേറ്റീവുകൾ കേട്ട് അല്ലെങ്കിൽ പ്രൊപ്പഗണ്ട കേട്ട് വിശ്വസിക്കാതെ RSSനെ അറിയാൻ ആഗ്രഹമുള്ളവർ ഇങ്ങോട്ട് വരൂ. ഞാൻ പറയുന്നത് പോലും നിങ്ങൾ കേൾക്കേണ്ടതില്ല. RSS ശാഖകളിലേക്ക് പോകൂ, RSSന്റെ പരിപാടികളിലേക്ക് പോകൂ, എന്നിട്ട് നിങ്ങൾ നേരിട്ട് മനസ്സിലാക്കൂ എന്നായിരുന്നു ഈ സന്ദേശത്തിന്റെ സൂചന. മതമോ ജാതിയോ രാഷ്ട്രീയമോ ബാധകമല്ല. ഏതു ഭാരതീയനും RSS പരിപാടികളോട് സഹകരിക്കാം. RSS ആർക്കും എതിരല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിനല്ല. ഭാരതീയ ഹിന്ദു സംസ്കാരം പുലർത്തുക എന്നതാണ് RSSന്റെ ലക്ഷ്യം. പ്രശ്നങ്ങളെക്കുറിച്ച് വീടിനുള്ളിൽ ഇരുന്ന് പരിതപിക്കുകയല്ല, രാഷ്ട്രചിന്തയോടെ ഒരുമിച്ച് ചേരുകയാണ് വേണ്ടത്. സമാജത്തെ സംഘടിപ്പിക്കുകയാണ് RSS ചെയ്യുന്നത്. സംഘത്തിന് ആരും എതിരാളികളല്ല, എല്ലാവരും നാളത്തെ സ്വയം സേവകരാണ്. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട സംഘത്തെക്കുറിച്ച് ശരിയായ ധാരണ ലഭിക്കാനുള്ള അവസരമാണ് ഇത്തരം സദസ്സുകൾ. സംഘത്തെ അറിയാൻ സ്വയം സേവകരെ കേൾക്കണം, സംഘപരിപാടികളിൽ പങ്കെടുക്കണം. പ്രൊപ്പഗണ്ടകൾക്കും നറേറ്റീവുകൾക്കും പിന്നാലെ പോകരുത്. ഞാൻ പറയുന്നത് കേട്ടും ധാരണയിലെത്തണമെന്നില്ല. ശാഖകളിലും സംഘശിബിരങ്ങളിലും എത്തി കണ്ടുമറിഞ്ഞും RSSനെ മനസ്സിലാക്കണം. സംഘം വന്നത് പൂർത്തീകരണത്തിനാണ്. എല്ലാം ഉണ്ടായിട്ടും ദീർഘകാലം അടിമത്തത്തിലായിപ്പോയ നാടാണ് നമ്മുടേത്. കടന്നുകയറി ഭരിച്ച 7ാമത്തെ അധിനിവേശ ശക്തിയാണ് ബ്രിട്ടൻ. സ്വാതന്ത്ര്യത്തിനായി ഉയർന്ന മുന്നേറ്റങ്ങൾ സ്വാതന്ത്ര്യാനന്തരം മുന്നോട്ട് പോയില്ല. പരിഷ്കരണ പരിശ്രമങ്ങൾ ചില തുരുത്തുകളായി ഒടുങ്ങി. ജന്മനാ ദേശഭക്തനായ ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗോവർ അനുഭവങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ രാഷ്ട്രം അതിൻ്റെ തനിമയിൽ സംഘടിക്കാതെ പൂർവ്വവൈഭവം പുനഃസ്ഥാപിക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞു. ഭാരതം ഭൂമിശാസ്ത്രപരമായ അതിരുകളിൽ ഒതുങ്ങുന്നില്ല. ഇത് പ്രകൃതിയാണ്. ഈ രാഷ്ട്രം ഹിന്ദു രാഷ്ട്രമാണ്. ഹിന്ദു എന്നത് നമ്മുടെ ജീവിത രീതിയാണ്, നാടിൻ്റെ സാംസ്കാരിക തനിമയാണ്. എല്ലാ വൈവിധ്യങ്ങളെയും സ്വീകരിച്ച് ഒരുമയോടെ കഴിയുന്നതാണ് നാടിൻ്റെ തനിമ. തനിമ തത്വശാസ്ത്രമല്ല, അനുഭൂതിയാണ്. അവർ എന്നിലും ഞാൻ അവരിലും എന്ന ഏകത്വ ഭാവത്തിൻ്റെ പേരാണ് ഹിന്ദു. ഭാരതീയത ഹിന്ദു രാഷ്ട്രത്തിൻ്റെ സ്വഭാവവിശേഷമാണ്. ഇന്നത്തെ ലോകത്തിന് വേണ്ടത് ഭാരതത്തിൻ്റെ പക്കലാണുള്ളത്. അത് നൽകാനുള്ള തയ്യാറെടുപ്പ് ഭാരതീയരെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. കൊടുക്കൽ വാങ്ങലുകളുടെ പാരസ്പര്യമാണ് സമൂഹത്തിൻ്റെ കരുത്ത്. നമ്മളതിനെ ഭാരതീയ ജീവിത രീതി ശീലമാക്കണം. ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ കരുത്തരാക്കണം. സമാജം സംഘടിപ്പിക്കുകയല്ലാതെ കരുത്തു നേടാൻ കഴിയില്ല. കരുത്തൻ്റെ വഴിയിൽ കുറുകെ നിൽക്കാൻ ആരും ധൈര്യപ്പെടില്ല. ദൗർബല്യം മരണമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. ഹിന്ദു സമൂഹം ഒരുമിച്ച് ചേരണം. ഇത് മാതൃഭൂമിയാണ്. നമ്മൾ ഒരമ്മയുടെ മക്കളാണ്. സഹോദരഭാവം ഉറയ്ക്കണം. ഇങ്ങനെ നീണ്ടുപോവുകയായിരുന്നു ഈ പ്രഭാഷണം. നിരവധി പ്രമുഖർ, എഴുത്തുകാർ, മാധ്യമപ്രവർത്തകർ ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം ഭംഗിയായി ഉത്തരവും പറഞ്ഞു. കുടുംബ പ്രബോധൻ എന്ന RSSന്റെ ഒരു പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി തന്നെ സംവദിച്ചു. ആഴ്ചയിൽ ഒരിക്കൽ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടണം. വലിപ്പ ചെറുപ്പമില്ലാതെ അച്ഛനും അമ്മയും മക്കളുമൊക്കെ ഒരുമിച്ചിരിക്കണം. ഒരുമിച്ചവർ ഭജൻ ചെല്ലണം. ഒരുമിച്ചവർ ഭക്ഷണം കഴിക്കണം. ഒരുമിച്ചവർ സംസാരിക്കണം. 2-3 മണിക്കൂർ ഇങ്ങനെ സംസാരിക്കണം. കരയുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിലും
അവരെയും എടുത്തുകൊണ്ട് അമ്മമാർ ഓടിപ്പോവരുതേ. അവരും ഈ കുടുംബ പ്രബോധന്റെ ഭാഗമാവണം. അങ്ങനെ വേണം സാങ്കേതിക വിദ്യയുടെയും മൊബൈലിൻ്റെയും കാലത്ത് അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന മാനവികത ഭാരതീയ കുടുംബങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ.